യെസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് എഗ് ഷവർമ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാ വീഡിയോയിലേക്ക് ഇടന്നാലോ? ബാ. യെസ്, എഗ് ഷവർമ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുട്ട പുഴുങ്ങിയെടുക്കലാണ് ആദ്യത്തെ പണി. ഒരു പാത്രം എടുക്കുക, വെള്ളം ഒഴിക്കുക, എന്നിട്ടൊരു 5 മുട്ട ഇതിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ മുട്ട അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇത് നമുക്ക് കുരുവായിട്ട് നുറുക്കണം, ഒട്ടും വലുതാവരുതേ. ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ ഇല്ലേ, മഞ്ഞയൊക്കെ നമ്മൾ ഈ വയറ്റണേൻ്റെ ഇടയ്ക്ക് ഇല്ലാതായി പോണ സാധനം. ഇല്ലാതായി പോകുന്നതല്ല, മിക്സായി പോവും. ഇപ്പം നമുക്ക് പൊടി പോലെ മുറുക്കിയെടുക്കാം. നല്ല രസമാണ് ഈ മുട്ട ഇങ്ങനെ നുറുക്കണത്, നല്ല സോഫ്റ്റ് ആയിട്ട്. യെസ്, ഇത് റെഡിയായി. നമ്മുടെ മുട്ടയൊക്കെ നുറുക്കി റെഡിയാക്കി കണ്ടിട്ട് ഇത് നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്തിടാം. അയ്യോ താഴെ പോലെ. യെസ്, നമ്മൾ പുഴുങ്ങി നുറുക്കി വെച്ച മുട്ടയില്ലേ, അതിനകത്തേക്ക് ഒരു മസാല മിക്സ് ഉണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോണ ഫില്ലിങ്സ്. അതുണ്ടാക്കാനുള്ള ചേരുവകളിലേക്ക് കിടക്കാൻ പോണേ. ആദ്യം നമുക്ക് മല്ലിയില വേണം. പിന്നെ കേട്ടോ, പച്ചമുളക്, അത് എരിവിന് മതി. അതുപോലെ തന്നെ 2 തക്കാളി, 2 സവാള, പിന്നെ ആവശ്യത്തിന് കൊച്ചുള്ളി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാ. അതുപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടതാണ് വെളുത്തുള്ളിയും ആവശ്യത്തിന്, അധികം വേണ്ട, ആവശ്യത്തിന് മതി. ആ വെളുത്തുള്ളിയുടെ കുത്തേറിയുന്ന വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിപ്പോണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത് ചിക്കൻ മസാല, മുളക് പൊടി. ഞാൻ ഈ ഓർഡർ തെറ്റിപ്പോയി പറയണവർ തോന്നണ്ടല്ലേ, കാരണം എനിക്ക് എടുക്കുമ്പോൾ കിട്ടണമെന്ന് പറയണതാണേ. മുളക് പൊടി കുറച്ച് കൂടുതൽ കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അതും കിടന്നോട്ടെ, എരിവ് ഇച്ചിരി എന്നാലാണ് ഇതിൻ്റെ രുചി വരുള്ളൂ. പിന്നെ ഇത് മെയിൻ ഉപ്പ് നോക്കിയും കണ്ടും നമ്മൾ ഇടണം. ഞാൻ പറഞ്ഞ തന്നെ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. ഇതെല്ലാം കൊണ്ടുപോയി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരണം. ഇതാണ് നമ്മുടെ മസാല. ഏത് ആ നുറുക്കി വെച്ച മുട്ടയിൽ മിക്സ് ചെയ്യാൻ പോണ മസാല. ഏസ്റ്റേ നമ്മൾ മാറ്റി വെച്ച മസാല അതെ ഈ മുട്ടയിൽ ഇങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, എന്നാലാണ് ഇങ്ങോട്ട് മിക്സ് ആവുള്ളൂ. സെറ്റപ്പായിട്ട് നമ്മുടെ മസാല അതെ ഈ മുട്ടയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പോയി പൊരിച്ചെടുക്കാം. ദേ നമ്മൾ ആ മസാല മിക്സ് വെച്ച ആ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ പാടേ. ഇത് നമ്മൾ 3 എണ്ണമായിട്ടാണ് പൊരിക്കണേ കേട്ടോ. അതിന് കുറച്ച് ഒഴിക്കുക. ഇത് 3 എണ്ണമുള്ളത് ഇല്ലാതെ തോന്നുന്നു, 2 എണ്ണമായിട്ടാണ് പൊരിക്കണേ. 2 എണ്ണമായിട്ട് ലോ ഫ്ലെയിമിൽ കത്തുന്ന കാരണം നന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതേ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാൻ പാണ് ഏത് ഷവർമയുടെ ഉള്ളിലെ. അപ്പോൾ ആദ്യം നമ്മൾ നുറുക്കി വെച്ച മുട്ടയില്ലേ, ഇത് പുഴുങ്ങി നുറുക്കി വെച്ച മുട്ട അത് ഇടാൻ പാണ്. ഇതിനകത്ത് നമ്മൾ ഒരു പൊടിക്ക് വെളിച്ചെണ്ണ വെച്ചാൽ മതി. കാരണം എന്താ പറയുമ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ ഉരുകി നല്ല രീതിയിൽ എണ്ണ വരും. അതുകൊണ്ട് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ വെച്ചാൽ മതി. വെളിച്ചെണ്ണ കൂടി പോകരുത്, അങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യമൊന്നും നടക്കില്ല. യെസ്, ദേ ഒന്ന് പയ്യെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ അത് ആഡ് ചെയ്യാൻ പാണ്. ഇതിവിടെ കഴിഞ്ഞാൽ നമ്മൾ പണി ഏകദേശം കഴിഞ്ഞു. ജസ്റ്റ് നമ്മളെ ഈ മസാല കൂടിപ്പോരുത്. കാരണം മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നിൽക്കില്ല. അതുകൊണ്ട് മസാല ഒരു പരിധിക്ക് അപ്പുറമാവാണ്ട് നോക്കാം. ഇത് ഈ മുട്ട ഓർമ്മയില്ലേ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തത്, അത് അധികം ചിക്കരുത്, ഒരു പേരൊന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതി. അതും കൂടിയും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം ഒരു 90% റെഡിയായി കഴിഞ്ഞു. ഇതൊരു പരിധിക്കപ്പുറം ചൂടാക്കേണ്ട കാര്യമില്ല, കാരണം ഒരു പരിധിക്കപ്പുറം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കൊണ്ട് പയ്യെ കുറയും. യെസ്, ദേ ആദ്യം നമ്മൾ ഒരു ചപ്പാത്തി എടുക്കുക, പിന്നീട് മയോണൈസ് ഇങ്ങോട്ട് തൂവുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇടാം. ഓക്കെ, അതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സ് ആഡ് ചെയ്യാൻ പോണത്. ഏത് ആ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയ മിക്സ്. അവന് മണം തന്നെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. രുചി ഇതിപ്പോൾ കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്.
നല്ല ഫില്ലിങ്ങോടെ വയ്ക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ പൊടിക്ക് മയോണൈസ് കൂടി ആഡ് ചെയ്യണേ. ഇനി നമ്മൾക്കിത് റോൾ ചെയ്യാം. യെസ്, ഇത് നമ്മളിങ്ങനെ പയ്യെ അങ്ങോട്ട് മടക്കി ചുരുട്ടിങ്ങോട്ട് വെക്കാം. അടിപൊളി സെറ്റപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. എഗ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാമാണ്. ഇനി ഇത് സ്മെല്ല് കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് തോന്നേ. അതെ, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടെ കൂടെ. ഒന്നും പറയാനില്ല, നല്ല കിൻ്റെ സാധനം, മസ്റ്റ് ട്രൈ ആയിട്ടാ. എനിക്കിത് എങ്ങനെ പറയണമെന്നറിയില്ല, രുചി വെറൈറ്റി രുചിയാണ്. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നുമില്ല ഉണ്ടാക്കാൻ. ജസ്റ്റ് ആ മുട്ടയുടെയും ചപ്പാത്തിയുടെ ചിലവുള്ളൂ. അടിപൊളി ഷവർമയാണ്. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കാം. സൂപ്പർ.